PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരമാവുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നോട്ട് ചെയ്യാനായിട്ട് ബുക്കും പെന്നും എല്ലാം എടുത്തിട്ട് സെറ്റായിട്ട് ഇരിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേഗം നമുക്ക് ഏതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വനമഹോത്സവ വാരമായി ആചരിക്കുന്നത് എന്നാണ്? വനമഹോത്സവ വാരമായിട്ട് ആചരിക്കുന്നത് ജൂലൈയിലെ ആദ്യ ആഴ്ചയാണ്. വനമഹോത്സവ വാരമായിട്ട് ആചരിക്കുന്നത് ജൂലൈയിലെ ആദ്യ ആഴ്ചയാണ്. വനമഹോത്സവം എന്നുള്ളത് അല്ലെങ്കിൽ വനമഹോത്സവ വാരം എന്നുള്ളത് ആചരിക്കാൻ തുടങ്ങിയത് 1950 KM മുൻഷിയാണ്. ഓക്കെ, 1950 KM മുൻഷിയാണ് ഈ വനമഹോത്സവത്തിന് തുടക്കമിട്ടത്. ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ചാൽ വനത്തിനെ കുറിച്ചും പരിസ്ഥിതിയുടെ കാര്യത്തിലെ എല്ലാത്തിലെയും ബോധവൽക്കരണത്തിനായിട്ടാണ് വനമഹോത്സവം ആചരിക്കുന്നത്. അപ്പോൾ വനമഹോത്സവ വാരമായിട്ട് ആചരിക്കുന്നത് ജൂലൈയിലെ ആദ്യ ആഴ്ചയാണ്. വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് KM മുൻഷിയാണ്. 1950 ഇത് തുടങ്ങിയത്. ഇതെന്തിനാണ് എന്ന് വെച്ചാൽ വനം, പരിസ്ഥിതി എന്നിവയുടെ കാര്യത്തിലെ ബോധവൽക്കരണത്തിനായിട്ടാണ് വനമഹോത്സവ വാരം ആചരിക്കുന്നത്. അതുപോലെ ഈ 2023 സംസ്ഥാന വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ഇടുക്കിയിലെ തേക്കടിയിൽ നിന്നാണ്. ഓക്കെ, 2023 സംസ്ഥാന വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് തേക്കടിയിലാണ്. അത് ഓർത്തു വെച്ചേക്കുക. ഈ വർഷത്തെ വനമഹോത്സവത്തിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ പങ്കാളിത്ത വന പരിപാലനത്തിന്റെ 25 വർഷങ്ങൾ എന്നതാണ്. ഓക്കെ, ഈ വർഷത്തെ വനമഹോത്സവത്തിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ അത് പങ്കാളിത്ത വന പരിപാലനത്തിന്റെ 25 വർഷങ്ങൾ എന്നുള്ളതാണ്. ഈ 2023 സംസ്ഥാന വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് തേക്കടിയിൽ നിന്നാണ് എന്നുള്ളതും ഓർത്തു വെച്ചേക്കുക. ഈ വർഷത്തെ വനമഹോത്സവത്തിന്റെ പ്രമേയം എന്നുള്ളത് പങ്കാളിത്ത വന പരിപാലനത്തിന്റെ 25 വർഷങ്ങൾ എന്നതാണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ആരാണ്? വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ആണ് എന്നുള്ളതും ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ വനമഹോത്സവ വാരമായിട്ട് ആചരിക്കുന്നത് ജൂലൈയിലെ ആദ്യ ആഴ്ചയാണ് എന്നുള്ളതും ഇത് തുടക്കം കുറിച്ച് 1950 KM മുൻഷിയാണ് എന്നുള്ളതും ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വനം, പരിസ്ഥിതി എന്നിവയുടെ കാര്യത്തിലെ ബോധവൽക്കരണമാണ് എന്നുള്ളതും 2023 സംസ്ഥാന വനമഹോത്സവം തേക്കടിയിലാണ് തുടക്കം കുറിച്ചത് എന്നുള്ളതും ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് പങ്കാളിത്ത വന പരിപാലനത്തിൻ്റെ 25 വർഷങ്ങൾ എന്നുമാണ് എന്നുള്ളതെല്ലാം ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അഗസ്ത്യമലയിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതാണ്? അഗസ്ത്യമലയിൽ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം സസ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് സുന്ദരിയില. അഗസ്ത്യമലയിൽ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം സസ്യമാണ് സുന്ദരിയില. അതിൻ്റെ സയന്റിഫിക് നെയിമാണ് സൊണാറില ലൂണ്ടിനി എന്നുള്ളതാണ്. ചൂ അല്ല, ലൂ ആണ് കേട്ടോ. സൊണാറില ലൂണ്ടിനി എന്നുള്ളതാണ് അഗസ്ത്യമലയിൽ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം സസ്യമായിട്ടുള്ള സുന്ദരിയിലയുടെ സയന്റിഫിക് നെയിം. ഇത് കണ്ടെത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള തിരുവനന്തപുരത്തെ ചേമുഞ്ചി മലനിരകളിൽ നിന്നാണ് ഈ സസ്യത്തെ കണ്ടെത്തിയിട്ടുള്ളത്. ചേമുഞ്ചി മലനിരകളിൽ നിന്നാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ചേമുഞ്ചി മലനിരകളിൽ നിന്നാണ് സുന്ദരിയില കണ്ടെത്തിയത്. ഇത് ആരാണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ കാലിക്കട്ട് സർവകലാശാലയിലെ പ്രൊഫസറായിട്ടുള്ള സന്തോഷ് നമ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സുന്ദരിയില കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ സുന്ദരിയിലയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സൊണാറില ലൂണ്ടിനി എന്നുള്ളതാണ് സുന്ദരിയിലയുടെ ശാസ്ത്രീയ നാമം എന്നുള്ളതും ഓർത്തു വെച്ചേക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, കേരള വനം വകുപ്പ് മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? കേരള വനം വകുപ്പ് മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടത് ഗംഗാ സിംഗ് ആണ്. കേരള വനം വകുപ്പ് മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് ഗംഗാ സിംഗ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം 2023 ലഭിച്ചത് ആർക്കാണ്? കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗം 2023 ആർക്കൊക്കെയാണ് കൊടുത്തിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഡോക്ടർ MM ബഷീറിനും N പ്രഭാകരനുമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം 2023 ലഭിച്ചത്. ഇനി 2022 ഏറ്റവും മികച്ച നോവലിനുള്ള
കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ്. അത് വി ഷിനിലാലിന് ആണ്. 2022 ഏറ്റവും മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് വി ഷിനിലാലിന് ആണ്. അദ്ദേഹത്തിന്റെ സമ്പർക്ക ക്രാന്തി എന്നുള്ള നോവലിനാണ് അദ്ദേഹത്തിന് 2022 ഏറ്റവും മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, സമ്പർക്ക ക്രാന്തി എന്ന നോവലിനാണ് വി ഷിനിലാലിന് മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2022 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതാണ്. 2022 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് 6 പേർക്കായിരുന്നു. രതി സക്സേന, KP സുധീര, പള്ളിപ്പുറം മുരളി, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ജോൺ സാമുവൽ, PK സുകുമാരൻ. ഓക്കെ, അപ്പോൾ 2022 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് രതി സക്സേന, KP സുധീര, പള്ളിപ്പുറം മുരളി, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ജോൺ സാമുവൽ, PK സുകുമാരൻ എന്നീ 6 പേർക്കാണ് ലഭിച്ചിരുന്നത്. ഇനി അടുത്തത് നോക്കാം. 2022 ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2022 ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് PF മാത്യൂസിന് ആണ്. PF മാത്യൂസിനാണ് 2022 ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മുഴക്കം എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മുഴക്കം, PF മാത്യൂസിന്റെ മുഴക്കം എന്ന ചെറുകഥയ്ക്കാണ് 2022 ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ തന്നെ മറ്റു അവാർഡുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 2022 ഏറ്റവും മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് NG ഉണ്ണികൃഷ്ണന് ആയിരുന്നു. മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 ലഭിച്ചത് NG ഉണ്ണികൃഷ്ണന് ആണ്. NG ഉണ്ണികൃഷ്ണന്റെ കടലാസ് വിദ്യ എന്ന കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, NG ഉണ്ണികൃഷ്ണന്റെ കടലാസു വിദ്യ എന്ന കവിതയ്ക്കാണ് 2022 ഏറ്റവും മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എമിൽ മാധവിയുടെ കുമൂരു എന്ന നാടകത്തിനാണ്. ഓക്കെ, ഏറ്റവും മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എമിൽ മാധവിയുടെ കുമൂരു എന്ന നാടകത്തിനാണ്. ഇനി ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് K ശ്രീകുമാറിന്റെ ചക്കരമാമ്പഴം എന്ന കൃതിക്കാണ്. ഓക്കെ, ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം 2022 ലഭിച്ചിരിക്കുന്നത് K ശ്രീകുമാറിന്റെ ചക്കരമാമ്പഴം എന്ന കൃതിക്കാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ 2022 ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് BRP ഭാസ്കരനും ആണ് എന്നുള്ളതെല്ലാം ഓർത്തു വെക്കുക. ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് BRP ഭാസ്കറിന് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 വിലാസിനി അവാർഡ് കരസ്ഥമാക്കിയത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2022 വിലാസിനി അവാർഡ് കരസ്ഥമാക്കിയത് PK പോക്കർ ആണ്. 2022 വിലാസിനി അവാർഡ് PK പോക്കറിനാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വിലാസിനി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ സർഗാത്മകതയുടെ നീല വെളിച്ചം എന്നുള്ള പുസ്തകം. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീർ സർഗാത്മകതയുടെ നീല വെളിച്ചം എന്ന PK പോക്കറുടെ കൃതിക്കാണ് 2022 വിലാസിനി അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതും ഓർത്തു വെച്ചേക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണം എന്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണം എന്താണ്? അത് സാഹിത്യ ചക്രവാളം ആണ്. സാഹിത്യ ചക്രവാളമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണം. ഇനി ഈ അടുത്ത് 1741 കുളച്ചൽ യുദ്ധത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള പ്രതിമ കേരള ഗവർണർ അനാച്ഛാദനം ചെയ്തിരുന്നു. അതെവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ, തിരുവനന്തപുരത്തുള്ള പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലാണ് 1741 നടന്നിരുന്ന കുളച്ചൽ യുദ്ധത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള പ്രതിമ കേരള ഗവർണർ അനാച്ഛാദനം ചെയ്തിരുന്നത്.
അവിടെ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് കുളച്ചൽ യുദ്ധത്തിന്റെ നായകനായിട്ടുള്ള അനന്തപത്മനാഭൻ നാടാരുടെ പ്രതിമയാണ്. ഓക്കെ, അവിടെ അനാച്ഛാദനം ചെയ്തത് അനന്തപത്മനാഭൻ നാടാരുടെ പ്രതിമയാണ്. അദ്ദേഹം കുളച്ചൽ യുദ്ധ നായകൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഈ കുളച്ചൽ എന്ന യുദ്ധം നടന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള കുളച്ചലിൽ 1941 ഓഗസ്റ്റ് 10 നടന്നിട്ടുള്ള കുളച്ചൽ യുദ്ധത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള സ്മാരകമായുള്ള വിജയസ്തംഭം നേരത്തെ തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുളച്ചലിൽ നേരത്തെ തന്നെ എന്തുണ്ട്, നമ്മുടെ കുളച്ചൽ യുദ്ധത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള വിജയസ്തംഭം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയുടെ 38ാം ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആരാണ് എന്നുള്ളതാണ്. അത് ആശിഷ് ജെ ദേശായി, അദ്ദേഹം AJ ദേശായി എന്നും അറിയപ്പെടുന്നുണ്ട്. ആശിഷ് ജെ ദേശായി ആണ് കേരള ഹൈക്കോടതിയുടെ 38ാം ചീഫ് ജസ്റ്റിസായി നിയമിതനാവുന്നത്. ഇനി 37ാമത് ചീഫ് ജസ്റ്റിസ് SV ഭട്ടിയ ആയിരുന്നു. 37ാമത് ചീഫ് ജസ്റ്റിസ് SV ഭട്ടിയ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സഹകരണ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ്. സംസ്ഥാന സഹകരണ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം ലഭിച്ചത് രമേശൻ പാലേരിക്കാണ്. അദ്ദേഹം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ആണ്. ഓക്കെ, രമേശൻ പാലേരി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിനാണ് സംസ്ഥാന സഹകരണ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം ലഭിച്ചിരുന്നത്. ഇനി അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് ജൂലൈ മാസത്തിലെ ആദ്യ ശനിയാഴ്ചയാണ്. അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആചരിക്കുന്നത് ജൂലൈ മാസത്തിലെ ആദ്യ ശനിയാഴ്ചയാണ് എന്നുള്ളതും ഓർത്തുവെക്കുക. ഇപ്പോഴത്തെ സംസ്ഥാന സഹകരണ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം ലഭിച്ചത് രമേശൻ പാലേരിക്കാണ്. അദ്ദേഹം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം പ്രസിഡന്റ് ആണ് എന്നുള്ളതും ഓർത്തുവെച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഊർജ മേഖലയിലെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡ് നേടിയ മലയാളി ആരാണ്? ഊർജ മേഖലയിലെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡ് നേടിയ മലയാളി പ്രദീപ് തലാപ്പിൽ ആണ്. അപ്പോൾ പ്രദീപ് തലാപ്പിലിനാണ് ഏനി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഏനി അവാർഡ് നൽകുന്നത് ഊർജ മേഖലയിലെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമാണ്. ഓക്കെ, ഈ നമ്മുടെ പ്രദീപ് തലാപ്പിലിന് 2020 രാജ്യം ഭാരതരത്നം നൽകിയിട്ട് ആദരിച്ചിരുന്നു. ഓക്കെ, 2020 രാജ്യം ഭാരതരത്നം നൽകിയിട്ട് ഇദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഇനി ഈ ഏനി പുരസ്കാരം നൽകുന്നത് ഇറ്റലിയിലെ റോം ആസ്ഥാനമാക്കിയിട്ടുള്ള മുൻനിര എണ്ണ കമ്പനിയായ ഏനിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രദീപ് തലാപ്പിൽ എന്നുള്ളത് ഒരു മലപ്പുറത്തുകാരനാണ്. മലപ്പുറമാണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശം. ഇനി പ്രദീപ് തലാപ്പിലിന് എന്ത് ഗവേഷണത്തിനാണ് അല്ലെങ്കിൽ എന്ത് കണ്ടെത്തലിനാണ് ഏനി പുരസ്കാരം ലഭിച്ചത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജലത്തിലെ വിഷാംശം വളരെ ചിലവ് കുറഞ്ഞ വിധത്തിൽ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുന്നതിനുള്ള കണ്ടെത്തലാണ് നമ്മളുടെ പ്രദീപ് തലാപ്പിൽ നടത്തിയിരുന്നത്. ഓക്കെ, ജലത്തിലെ വിഷാംശം വളരെ ചിലവ് കുറഞ്ഞ വിധത്തിൽ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുന്നതിനുള്ള കണ്ടെത്തലാണ് പ്രദീപ് തലാപ്പിൽ നടത്തിയിരുന്നത്. ഇദ്ദേഹം ഒരു മലപ്പുറത്തുകാരനാണ് എന്നുള്ളതും ഓർത്തുവെക്കുക. ഏനി പുരസ്കാരം നൽകുന്നത് ഇറ്റലിയിലെ റോം ആസ്ഥാനമാക്കിയിട്ടുള്ള മുൻനിര എണ്ണ കമ്പനിയായിട്ടുള്ള ഒരു ഏനി കമ്പനിയാണ് ഏനി പുരസ്കാരം നൽകുന്നത്. ഇനി 2023 സമർപ്പിക്കപ്പെട്ട കേരള നിയമസഭാ ചട്ട പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? 2023 സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കേരള നിയമസഭാ ചട്ട പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ K. രാധാകൃഷ്ണൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചത് എന്നാണ്? മുൻ കേരള മുഖ്യമന്ത്രിയായുള്ള ഉമ്മൻചാണ്ടി അന്തരിച്ചത് എന്നാണ്. അത് 2023 ജൂലൈ 18 അദ്ദേഹം അന്തരിച്ചിരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അദ്ദേഹം ജനിച്ചത് 1943 കോട്ടയം ജില്ലയിലെ കുമരകത്തായിരുന്നു.
ഓക്കെ, അദ്ദേഹത്തിൻ്റെ ജനനം 1943 കോട്ടയം ജില്ലയിലെ കുമരകത്തായിരുന്നു. അദ്ദേഹം നിയമസഭാ സാമാജികനായി ഉമ്മൻചാണ്ടി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1970 പുതുപ്പള്ളിയിൽ നിന്നായിരുന്നു അദ്ദേഹം നിയമസഭാ സാമാജികനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് 1970. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ സാമാജികനായ വ്യക്തി എന്ന റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അതായത് അദ്ദേഹം 53 വർഷക്കാലം കേരള നിയമസഭാ സാമാജികനായി നിന്നിരുന്നു. അദ്ദേഹം കേരളത്തിൽ ഏതെല്ലാം പദവികൾ വഹിച്ചിരുന്നു എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ആയിട്ടുണ്ട്. തൊഴിൽ വകുപ്പ് മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ആയിട്ട് കേരളത്തിൽ അദ്ദേഹം പദവികൾ വഹിച്ചിട്ടുണ്ട്. ഓക്കെ, 1977 കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നത്. 1977 കരുണാകരൻ മന്ത്രിസഭയിലായിരുന്നു അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നത്. അദ്ദേഹം 2 തവണ കേരള മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന 12ാം നിയമസഭയിലായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരുന്നത്. ഇനി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ആരംഭിച്ച പരാതി പരിഹാര മാർഗമായിരുന്നു ജനസമ്പർക്ക പരിപാടി. ജനസമ്പർക്ക പരിപാടി എന്നുള്ളത് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. 2013 അദ്ദേഹം തുടങ്ങിവെച്ച ഈ ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ പബ്ലിക് സർവീസിന് ആഗോളതലത്തിൽ നൽകുന്ന പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, 2013 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ പബ്ലിക് സർവീസിന് ആഗോളതലത്തിൽ നൽകുന്ന പുരസ്കാരം ലഭിച്ചിരുന്നത്. ഇനി ലോക സാമ്പത്തിക ഫോറത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക കേരള മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഇനി അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയിരുന്ന പ്രവർത്തനങ്ങളിൽ വളരെ കുറച്ച് മാത്രം ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു. അതുപോലെ കൊച്ചി മെട്രോ സർവീസ്, അതുപോലെ വല്ലാർപാടം ടെർമിനലിൻ്റെ പണി തുടങ്ങി വെച്ചത് എല്ലാം തന്നെ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്താണെന്ന് ചോദിച്ചാൽ അത് കാലം സാക്ഷി എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി എന്നുള്ളതായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ് ഉമ്മൻചാണ്ടി തുറന്നിട്ട വാതിൽ എന്നുള്ളത്. ഉമ്മൻചാണ്ടി തുറന്നിട്ട വാതിൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥമായിരുന്നു. അത് രചിച്ചത് PT ചാക്കോ ആണ്. ഓക്കെ, ഇനി ഈ ഉമ്മൻചാണ്ടി തുറന്നിട്ട വാതിൽ എന്ന PT ചാക്കോ രചിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്ര ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് സുകുമാർ അഴീക്കോടാണ്. സുകുമാർ അഴീക്കോടാണ് ഉമ്മൻചാണ്ടി തുറന്നിട്ട വാതിൽ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ PT ചാക്കോയുടെ മറ്റൊരു കൃതിയാണ് കുഞ്ഞുഞ്ഞു കഥകൾ. കുഞ്ഞുഞ്ഞു കഥകൾ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ നർമ്മ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് PT ചാക്കോ രചിച്ച കൃതിയാണ് കുഞ്ഞുഞ്ഞു കഥകൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് ചോദിച്ചേക്കാവുന്ന ഒരു മേഖലയാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളും നേടിവെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. സ്മാർട്ട് മൊബൈൽ ആപ്പ് കേരള സർക്കാരിൻ്റെ ഏതു വകുപ്പിലെ സേവനങ്ങൾക്കായി നിലവിൽ വരുന്ന ആപ്ലിക്കേഷനാണ്? അത് തദ്ദേശ സ്വയംഭരണത്തിനായിട്ട് നിലവിൽ വരുന്ന ആപ്ലിക്കേഷനാണ് സ്മാർട്ട് മൊബൈൽ ആപ്പ് എന്നുള്ളതും അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മളുടെ കേരളവുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിച്ചേക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായി കണ്ടിരിക്കണം. ഇതിൻ്റെ നോട്ട്സ് എന്തായാലും എഴുതിയും വച്ചിരിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.